നമസ്കാരം. ഒരു പകലിൻ്റെ സമഗ്രമായ വാർത്താ ചിത്രവുമായി ന്യൂസ് 8 1 PM ആരംഭിക്കുകയാണ്. സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ നിലപാട് ന്യൂസ് 18 പ്രഖ്യാപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി. തെരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ സാധിക്കുന്നത് സത്യത്തെ സത്യം പോലെ കാണണം. ജനങ്ങൾ ആർക്കാകട്ടെ കൂടുതൽ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നതെന്നുള്ളത് അത് ജനവികാരമാണ്. ആ ജനവികാരം അവർക്ക് അനുകൂലമായെങ്കിൽ അത് അവരുടെ നല്ല ഭരണം കൊണ്ടാണ് എന്ന് വേണം ജനാധിപത്യം നമ്മൾ വിലയിരുത്തേണ്ടത്. നരേന്ദ്രമോദിയുടേത് മെച്ചപ്പെട്ട ഭരണം, ജനവികാരം NDAക്ക് അനുകൂലം, രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഇടതനുകൂല നിലപാടിൽ മാറ്റത്തിന്റെ സൂചന പങ്കുവച്ചും വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം, LDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകത. പലയിടത്തും ഒരു ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ ചില സ്ഥാനാർത്ഥി നിർണയത്തിലും പറയാൻ പാടില്ലെങ്കിലും പറഞ്ഞു പോകുന്നു. നിർണയത്തിലും ചെറിയ അപാകതയിൽ ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു. കോട്ടയത്ത് കോൺഗ്രസുകാർ തോമസ് ചാഴികാടിന് വോട്ട് ചെയ്യും. ശോഭ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയെന്നും വെള്ളാപ്പള്ളി. ന്യൂസ് 18 വാർത്തയോട് പ്രതികരിച്ച് രാഷ്ട്രീയ കേരളം. ഒരടവ് നയവുമില്ല. സഖാവ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും വിമർശിച്ചതുപോലെയും സമരം ചെയ്തതുപോലെയും മറ്റൊരാളും ചെയ്തില്ല. വെറുതെ വർത്തമാനം പറയില്ല മാത്രമല്ല, എല്ലാം കാതലായ അതിശക്തിയായ വിമർശനം തന്നെയാണ് CPM മുന്നോട്ട് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. മുഖ്യമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചതുപോലെ ആരും വിമർശിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. കേരളത്തിലെ സമുദായങ്ങളും നേതാക്കളും BJPക്കൊപ്പം നിൽക്കില്ലെന്ന് AK ബാലൻ. നല്ലൊരു കേരളത്തിനായി വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെ സഹായിക്കണമെന്ന് EP ജയരാജൻ. കോട്ടയത്ത് കോൺഗ്രസുകാർ വോട്ട് മറിക്കില്ലെന്ന് CD സതീശൻ. കേരള കോൺഗ്രസിനേക്കാൾ വാശിയായിട്ടാണ് അവിടെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസിന്റെ കൂടെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് ആ സീറ്റ് വളരെ പ്രസ്റ്റീജിയസ് സീറ്റാണ്. അത് ഞങ്ങൾ ജയിച്ചിരിക്കും. ഒരു കോൺഗ്രസ്സുകാരൻ്റെയും വോട്ട് പോവില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. കോൺഗ്രസ് ക്യാമ്പിന് ആവേശമായി പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ. ഇന്ത്യൻ ഭരണഘടനയെ വെറും കടലാസ് കഷ്ണമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നതെന്ന് പ്രിയങ്ക. എതിർ ശബ്ദത്തെ അടിച്ചമർത്താൻ കേന്ദ്ര ഏജൻസികളെ കൊള്ളക്കാരാക്കി മാറ്റുകയാണെന്നും പ്രിയങ്ക. കേരളം ബൂത്തിലെത്താൻ ഇനി 6 നാൾ മാത്രം. വോട്ടിന് പണം ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി CPM. അടൂർ പ്രകാശിനു വേണ്ടി ബിജു രമേശ് മദ്യവും പണവും ഒഴുക്കുന്നെന്ന് ആറ്റിങ്ങലെ LDF സ്ഥാനാർത്ഥി. കോളനികളിൽ പണം നൽകി വോട്ട് വാങ്ങാൻ ശ്രമമെന്നും V ജോയ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടിനായിട്ടാണ് അരുവിക്കരയിൽ വന്നതെന്ന് ബിജു രമേശിന്റെ വിശദീകരണം. രമേശ് ചെന്നിത്തലയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ശശി തരൂർ പറഞ്ഞിരുന്നതായി വെളിപ്പെടുത്തൽ. ചെന്നിത്തലയെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനെ ശശി തരൂർ എതിർത്തു. ഇമെയിൽ രേഖകൾ പുറത്തുവിട്ട് തരൂരിന്റെ വിശ്വസ്തനായിരുന്ന O തോമസ്. നിമിഷപ്രിയയുടെ മോചനം തേടി അമ്മ യമനിലേക്ക്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തും. മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷ. തൃശൂരിൽ വെടിക്കെട്ട് ചടങ്ങു മാത്രമായി. പൂരപ്രേമികൾക്ക് നിരാശ. വെടിക്കെട്ട് നടന്നത് രാവിലെ 7 മണിക്ക്. പൂരാഘോഷം തടസ്സപ്പെട്ടത് കമ്മീഷണറും ദേവസ്വവും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന്. വിഷയം പരിശോധിക്കുമെന്ന് മന്ത്രി K രാജൻ ന്യൂസ് 18. പകൽ വാർത്ത വിശദമായി തന്നെ കടക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് ചിത്രം വിശദമായി നോക്കാം.
Political Grand Finale. Co-presented by Berger Paints. 100 Years of Trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational Partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത് വെള്ളാപ്പള്ളി നടേശന്റെ വെളിപ്പെടുത്തലുകളാണ്. സുപ്രധാനമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമാണ് ഇന്ന് ന്യൂസ് 18ലൂടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. ഇതുവരെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റ് പൊതുവേദികളിലോ രംഗത്ത് വരാതിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ന്യൂസ് 18ലൂടെ പ്രഖ്യാപിച്ചത് പുതിയൊരു രാഷ്ട്രീയത്തിൻ്റെ സൂചന തന്നെയാണ്. ഈ പ്രഖ്യാപനം ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലം എന്നതാണ് വരും ദിവസങ്ങളിൽ കാണാനുള്ളത്. നമുക്ക് വിശദമായി തന്നെ ഈ വാർത്തകളിലേക്ക് കിടക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇതുവരെ ഇടതനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന വെള്ളാപ്പള്ളി നിലപാട് മാറ്റത്തിൻ്റെ സൂചനയാണ് പങ്കുവയ്ക്കുന്നത്. നരേന്ദ്രമോദിയുടേത് മെച്ചപ്പെട്ട ഭരണമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ജനവികാരം NDAക്ക് അനുകൂലമാണ്. 300 400 സീറ്റ് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. അയോധ്യ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. രാമനാമ ജപത്തിലൂടെ രാജ്യമാകെ BJP തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി നല്ലതിനു വേണ്ടിയാണ്. കേരളത്തിലത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞ ആ മുന്നണിയായാലും തിരക്കില്ല. എല്ലാവരും തന്നെ മോദി ഗവൺമെൻറ് ഇനിയും തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എത്ര സീറ്റ് കിട്ടും എന്നുള്ള മോദിക്ക് 400 വേണമെന്നാണ്. 400 മറ്റുള്ളവർ പറയുന്നത് 300 കിട്ടുള്ളൂ. 400 300 തമ്മിലുള്ള തർക്കമുള്ളൂ. അതിലും മോദി അടുത്ത ടൈമിലും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അതിലേക്ക് പോകാതെ മോദി ഇനിയും 3ാം തവണയും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. മെച്ചപ്പെട്ട ഭരണമെന്ന് വിലയിരുത്തുന്നുണ്ടോ? മെച്ചപ്പെട്ട ഭരണമായതുകൊണ്ടാണല്ലോ ഈ ആളുകൾ വോട്ട് ചെയ്ത് MP തെരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ സാധിക്കുന്നത്. സത്യത്തെ സത്യം പോലെ കാണണം. ജനങ്ങൾ ആർക്കാകട്ടെ കൂടുതൽ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നതെന്നുള്ള അത് ജനവികാരമാണ്. ആ ജനവികാരം അവർക്ക് അനുകൂലമായെങ്കിൽ അത് അവരുടെ നല്ല ഭരണം കൊണ്ടാണ് എന്ന് വേണം ജനാധിപത്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത്തരത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ NDAക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഗുണം ചെയ്യും? ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം വന്നു, CA പോലുള്ള കാര്യങ്ങൾ വന്നു, പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഗുണവും ദോഷവുമായി വരുമെന്നാണ് കരുതുന്നത്? കാരണം ഇതെല്ലാം അവർക്ക് ഗുണകരമായിട്ടില്ല. അയോധ്യ പ്രശ്നങ്ങളെല്ലാം വലിയൊരു ഹിന്ദു വികാരം ഉണ്ടാക്കാനും, പ്രത്യേകിച്ച് നിങ്ങളെല്ലാം അറിയാലോ, നമ്മളെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണ്ട് നമ്മുടെ അമ്മമാർ വിളിച്ചിട്ട് സന്ധ്യാനാമം രാമനാമം ജപിക്കാനല്ലേ പറയണത്. ആ രാമനെ തള്ളി പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിനും സാധിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ വലിയ ദേശീയതയും ആദർശവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ വല്ലതും വേണമെങ്കിൽ പറയാം ഞങ്ങൾ രാമനാരും അല്ലെന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിലെല്ലാം രാമൻ കിടപ്പുണ്ട്. അതുകൊണ്ട് രാമനാമം ജപിക്കുക, ആ രാമനെ പ്രചരിപ്പിക്കുക, ആ ആശയം പ്രചരിപ്പിച്ചപ്പോൾ ആ രാമക്ഷേത്രത്തിലൂടെ ഒരു ഹിന്ദു വിഭാഗത്തിന് വളരെ കൺസോൾട്ടേഷനും അത് BJPക്ക് അനുകൂലമായ ഒരു തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ. ഇത് യാതൊരു സംശയമില്ല. അതിനെ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? ഉള്ളത് പറയുകയല്ലേ നല്ലത്. പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൗരത്വ ഭേദഗതി, ഈ പൗരത്വ ഭേദഗതി വെച്ചാൽ ഈ സ്വദേശ അതിനെപ്പറ്റി പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്നും നടത്തുന്നതുകൊണ്ട് ദോഷമില്ലെന്നും പരസ്പരം പലതും പറയുന്നുണ്ട്. ആ ഭേദഗതിയുടെ അന്തസത്ത ഞാൻ വേണ്ടത്ര പഠിച്ചിട്ടില്ല. അത് വിദേശികൾക്ക് അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തിന് പാകിസ്ഥാൻകാർക്കും ബംഗാളുകാർക്കും ഇവിടെ കയറി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വോട്ട് കൊണ്ട് ഹൈജാക്ക് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒരു നിയമമാണ് അതെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് എതിർക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഇന്ത്യയിൽ ഉള്ള പൗരന്മാരുടെ പൗരത്വത്തെപ്പറ്റി ആരും ആക്ഷേപിക്കുന്നില്ല, അതിനാരും എതിർക്കുന്നില്ല. ഈ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ വോട്ടിംഗ് പാറ്റേണിലൊക്കെ മാറ്റം വരുത്തുമെങ്കിൽ അത് കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ അത്തരം പ്രതിഫലിക്കരുത്, എന്നാലും ചെറുതായി പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ഈശ്വരവിശ്വാസത്തിൻ്റെ പേര് നോക്കിയാൽ വടക്കേ ഇന്ത്യയിൽ ഈശ്വരവിശ്വാസം നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. രാമനായാലും കൃഷ്ണനായാലും
അതുപോലെ ഗോക്കളായ പശുക്കളെ ദൈവമായിട്ടല്ല ഇവിടെ കാണുന്നത്, നമ്മളിവിടെ ദൈവമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഈ ആത്മീയപരമായ ചിന്ത അല്ലെങ്കിൽ ഈശ്വര വിചാരം ഇന്നത്തേക്കാളും മറ്റേ കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് വടക്കേ ഇന്ത്യ. അത്രയും തെക്കേ ഇന്ത്യയില്ല. ആ തെക്കേ ഇന്ത്യ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അത്രയും വികാരം ഇല്ലാത്തത്. എന്നാൽ തന്നെ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആത്മീയമായ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിൻ്റെ ആ പേരിൽ രാമനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് രാമക്ഷേത്രത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ അതിന് കവിഞ്ഞുള്ള ഒരു സ്വയം നശിച്ചുകൊണ്ടുള്ളൊരു സ്നേഹമല്ല, അത് ഹൃദയത്തിൽ നിന്നുള്ള ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിലുള്ള ആ സ്നേഹവും അർപ്പണ മനോഭാവവും നമ്മുടെ കേരളത്തിലുള്ളവർക്കുണ്ട്. അത് മുഴുവൻ ആ പേര് വെച്ചുകൊണ്ട് അത് വോട്ട് ബാങ്കൊക്കെ നോക്കുമെന്ന് ചോദിച്ചാൽ അത് മുഴുവനായി സാധിക്കില്ല. കുറേയൊക്കെ BJPക്ക് സാധിച്ചിട്ടുണ്ട് താനും. അതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. തീരുന്നില്ല വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. ആലപ്പുഴയിൽ BJPയെ പിന്തുണയ്ക്കുമെന്ന സൂചനയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. UDFന്റെ കൂടുതൽ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് ലഭിക്കും. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ്. പ്രചാരണ രംഗത്ത് അവർ ഏറെ മുന്നോട്ട് പോയി. താനുമായുള്ള ബന്ധം പറഞ്ഞാൽ ശോഭയ്ക്ക് ഗുണം ചെയ്യുമെന്നും ന്യൂസ് 18നോട് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വളരെ വാശിയായ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു മുന്നണിയും ഇന്നത് കിട്ടും എന്ന് അല്ലെങ്കിൽ ഇന്നത് മേടിക്കുമെന്ന് പരസ്യമായി നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. വളരെ ശക്തമായ മത്സരിച്ച് നമുക്കൊരു പ്രവചിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ആലപ്പുഴ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ BJPയുടെ പ്രവർത്തനം വല്ല ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് അടിച്ചു കയറി മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുന്നെല്ലാം നമ്മളെല്ലാം പറഞ്ഞയച്ച ഒരാളുണ്ടല്ലോ ഇപ്പോൾ ആരിഫല്ല, അദ്ദേഹത്തെ KC വേണുഗോപാൽ വളരെ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വേരുകളുണ്ട്, നല്ല വേരുകളുണ്ട്. ഇവിടുന്ന് പോയെങ്കിൽ തന്നെ ആ വേരുകളൊന്നും നശിക്കാതെയും ചെയ്യാതെയും ചതയാതെ അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വേണുഗോപാലിൻ്റെ വരവും കോൺഗ്രസിനകത്ത് മറ്റാരേക്കാൾ നിർത്തുന്നതിനേക്കാളും വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. നേരത്തെ നിന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നമുക്കറിയാം. അവരെല്ലാം നിൽക്കുന്നതിനേക്കാൾ വലിയ ഉണർവ് വേണുഗോപാൽ ഇവിടെ വന്നപ്പോൾ ഉണ്ടാക്കാൻ വേണുഗോപാൽ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സെൻട്രലിലെ സ്വാധീനങ്ങളും പ്രാദേശികമായ സെൻട്രലിലുള്ള ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശികമായ ആലപ്പുഴയിലുള്ള എല്ലാ നേതാക്കന്മാരെയും സഹകരിച്ചും ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് സ്ഥാനാർത്ഥി നോക്കി ആരിഫാണെങ്കിലും വളരെ നാളെ അരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് പല പ്രാവശ്യം ജയിച്ചു. അതിനുശേഷം പാർലമെന്റിലേക്ക് നിന്നപ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ച ഒരാളാണ് ഇടതുപക്ഷത്തിൻ്റെ ആരിഫ്. നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. എന്നത്തേക്കാളും വളരെ ശക്തമായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അഹമികയായി ഇന്ന് ഞാൻ മുമ്പേ എന്ന നിലയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാശിയേറിയ ഒരു മണ്ഡലമായി ഇന്ന് ആലപ്പുഴ മാറി. പണ്ട് UDFും LDFും ശക്തമായി നിന്നുവെങ്കിൽ ഇന്ന് അതിനിടയ്ക്കൊരാൾ കൂടി കടന്നു കയറിയിട്ടുണ്ട്, ഒരു സ്ത്രീ കൂടെ കടന്നു കയറിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നല്ലൊരു ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് അതുപോലെയുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടുകളിൽ കുറേ ഭാഗങ്ങളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രന് പോവുകയല്ലേ. ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ടിന് മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കുറച്ച് കാണുമായിരിക്കാം. പക്ഷേ UDF ഇന്നും കൂടുതൽ ശോഭാ സുരേന്ദ്രന് കിട്ടും. പക്ഷെ ഇവർ തമ്മിലുള്ളൊരു വലിയൊരു മത്സരം വരുമ്പോൾ ആര് എങ്ങനെ ജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആലപ്പുഴ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം SNDP പിന്തുണയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ അങ്ങയുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിന്റെ പുറത്താണ് താൻ വേട്ടയാടപ്പെടുന്നതെന്നൊക്കെയുള്ള ആരോപണമൊക്കെ പറഞ്ഞു. SNDPയുടെ പിന്തുണയുണ്ടെന്നൊക്കെ പറയുന്നു. ശോഭാ സുരേന്ദ്രൻ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. പലരും ആചാര്യാണെന്നൊക്കെ പറയാറുണ്ട്. ആചാര്യൊന്നുമല്ല, ശോഭ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. എനിക്കാണെങ്കിൽ 10-20 കൊല്ലമായിട്ട് നല്ലപോലെ അറിയാം. ശോഭ നല്ല ഒരു സംഘാടകയാണ്.
നല്ലൊരു പ്രാസംഗികയാണ്. അപ്പോൾ ഞാനുമായിട്ടുള്ള ബന്ധം കൊണ്ട് പലരും എതിർക്കുന്നുവെങ്കിൽ അത് ശോഭയ്ക്ക് തീരെ ഗുണം ചെയ്യുകയുള്ളൂ, ദോഷം ചെയ്യല്ല. കാരണം ഞാൻ എൻ്റെ പേര് പറഞ്ഞ് ശോഭയ്ക്ക് എവിടെയെങ്കിലും ചെന്നാൽ ആട്ടി ഓടിക്കുക. അങ്ങനെ ഒരു ദുഷ്ടത്തരം അല്ലെങ്കിൽ വഞ്ചനയും അല്ലെങ്കിൽ നന്ദികളും ഞാനിവിടെയുള്ള ജനങ്ങളോട് ആരോടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശോഭയ്ക്ക് എൻ്റെ പേര് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിലും ദോഷമൊന്നും വരാൻ പോകുന്നില്ല. ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെന്ന് തോന്നിപ്പിക്കും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. പക്ഷേ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ ചില അവ്യക്തതകളുണ്ട് എന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ തൃശ്ശൂരിലെ അപ്രിയ സത്യങ്ങൾ പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു. ഇലക്ഷന് ശേഷം ചില കാര്യങ്ങൾ തുറന്നു പറയും. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടക്കുറവുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. തൃശ്ശൂർ BJPയുടെ ഒരു A-ക്ലാസ് മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ മത്സരത്തെ എങ്ങനെയാണ് നോക്കണം? അവിടെ എത്രമാത്രം വിജയ സാധ്യതയുണ്ട്? ആദ്യഘട്ടത്തിൽ കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു ഹൈപ്പ് അത് ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വരെ സംശയം ഉണ്ടെന്നാണ് നീ പറഞ്ഞതിൻ്റെ അർത്ഥം. ആദ്യം നല്ലതുണ്ടായിരുന്നു, ഇപ്പം അത്ര ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയല്ലേ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം അതാണ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം ഈ ഇലക്ഷൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഒരാളെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ ഇതെല്ലാം പെട്ടിയിലായ ശേഷം ചോദിച്ചാൽ ഞാൻ ഓരോരുത്തരെ പറ്റിയും വ്യക്തമായും പറയാം. പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് എണ്ണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ അതൊരു മറ്റു പലർക്കും വളരെ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പലർക്കും ഇഷ്ടക്കുറവ് വരും. നമ്മൾ ഈ സന്ദർഭത്തിൽ കുറേ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അതേസമയം കോട്ടയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില അടിയൊഴുക്കുകൾ ഉണ്ട് എന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കോൺഗ്രസുകാർ മാണി വിഭാഗം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടിന് വോട്ട് മറിച്ചുകുത്തും. ഫ്രാൻസിസ് ജോർജിനെ തോൽപ്പിച്ച് ഈ സീറ്റിന് പിന്നീട് PJ ജോസഫ് അവകാശവാദം ഉന്നയിക്കാതിരിക്കാനാണ് കോൺഗ്രസുകാർ ശ്രമിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം മറിക്കലുകൾക്ക് വഴിവെക്കുന്നതാണ് വെള്ളാപ്പള്ളിയുടെ ഈ തുറന്നു പറച്ചിലുകൾ. തുഷാരേട്ടന്റെ പ്രചരണത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് കോട്ടയം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ? ഞാൻ പോയിട്ടില്ലായിരുന്നു. കോട്ടയം എന്തുകൊണ്ടും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ കാണുന്നത് കൈപ്പത്തിക്കാരന് വോട്ട് ചെയ്യാൻ കൈപ്പത്തി അവിടെ ഇല്ല. താമരയ്ക്ക് കുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് താമരയില്ല. അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ കുത്തണമെന്ന് പറഞ്ഞവർക്ക് അതില്ല. രണ്ടിലയാണ് അവിടെ ഉള്ളത്. പിന്നെ ഓട്ടോറിക്ഷയാണ്. ഇത് രണ്ടും ആളുകൾക്ക് ഒരു പരിചയമില്ലാത്ത സാധനമല്ല. അപ്പോൾ ഈ എന്നും പൊതുവായി സ്വീകരിക്കാവുന്ന ഒരു കുടമാണ്. അതുകൊണ്ട് ആ കുടത്തെ കുത്താനുള്ള താല്പര്യം ഈ പറയുന്ന അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിലുള്ളവർക്കായാലും താമരക്കാർക്കായാലും കൈപ്പത്തിക്കാർക്കായാലും ഒരു ആവേശകരമായ ഒരാഗ്രഹം കടന്നു കീഴിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു അടിയൊഴുക്ക് കൂടെ അവിടെ നടക്കുന്നുണ്ട്. മറ്റടിയൊഴുക്കൊന്നുമില്ല. ഈ ചണ്ടല എന്ന് പറയുന്നത് ഒരിക്കലും കടന്നുകൂടരുതെന്ന് ഒരാഗ്രഹം കടന്നുകൂടണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ PJ ജോസഫിനെ ഒരു ജനപ്രിയനല്ലാത്ത അല്ലെങ്കിൽ ജനപ്രാതിനിധ്യമില്ലാത്ത ജനങ്ങളിലെ അടി ജനങ്ങളില്ലാത്ത അവർ കോൺഗ്രസ് ഇരിക്കേണ്ട സീറ്റാണ് എടുത്തത്. അതുകൊണ്ട് അവരങ്ങനെ കടന്നു പോകണ്ട എന്ന് കണക്കാക്കി അതിനകത്ത് വലിയ അടിയൊഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ രണ്ടില പോക്കാൻ. ആ രണ്ടില പോകാതിരിക്കണമെങ്കിൽ PJ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആളിനെ തോപ്പിക്കുമ്പോൾ രണ്ടാണ് അനുഗുണം. ആ തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വോട്ട് നേരെ രണ്ടിലേക്ക് കൊടുക്കുമ്പോൾ മാണി സാറിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾ ജയിക്കുകയും ഈ ആൾ തോക്കുകയും ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ PJ ജോസഫ് ഈ അവകാശം പറഞ്ഞ് ഈ സീറ്റിന് വരാതിരിക്കുകയും കോൺഗ്രസിനത് ആ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ചാണക്യ സൂത്രം ഇന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിൽ അടിയൊഴുക്കായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് വോട്ട് മറിക്കുമെന്നാണ്. അതെ, കോൺഗ്രസ് വോട്ട് മറിച്ച് രണ്ടിലേക്ക് കൊടുത്ത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആള് തോൽപ്പിക്കും. വെള്ളാപ്പള്ളിയുടെ ഈ തുറന്നു പറച്ചിലിനോട് രാഷ്ട്രീയ കേന്ദ്രവും പ്രതികരിച്ചിട്ടുണ്ട്. CPMന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളും വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയിലേക്കും വിശദാംശങ്ങളിലേക്കും മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.
പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ. ഒരു ഹിന്ദു യെസ്, നമ്മൾ തിരികെ വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധത വളരെ ഉണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിൽ അത് LDFന് ദോഷം ചെയ്യില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ. ത്രികോണ മത്സരത്തിൻ്റെ ഗുണം LDFനായിരിക്കും ലഭിക്കുക. പെൻഷനും കിറ്റും കൊടുക്കാത്തതാണ് സർക്കാർ വിരുദ്ധതയുടെ മുഖ്യ കാരണം. LDFൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അടിയുറച്ച ഇടതു വോട്ടുകളിൽ കോട്ടമുണ്ടാവില്ല. എന്നാൽ LDFന് വലിയ ഭൂരിപക്ഷം കിട്ടുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. സർക്കാർ വിരുദ്ധത വളരെയുണ്ട്. പക്ഷേ ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ സർക്കാർ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഒന്നാമത് ശബരിമല ഇഷ്യൂ, പട്ടിണി, ശമ്പളമില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഉണ്ടായിരുന്നപ്പോൾ പോലും വോട്ട് വന്നപ്പോൾ ആര് ജയിച്ച് വാരി കൊണ്ട് ഇടതുപക്ഷം പോയി. ഇവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ത്രികോണ മത്സരത്തിൻ്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അത് നല്ല കല്ലക്കീറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ പ്രയാസങ്ങളുണ്ട്. പെൻഷൻ കിട്ടാത്ത കിറ്റ് കൊടുക്കുമായിരുന്നു, അതില്ല. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന പെൻഷൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറച്ച് കൊടുത്തു എന്ന് തോന്നുന്നു. ആ പെൻഷനും കിറ്റുമൊക്കെ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഒരു വലിയൊരു വികാരപരമായ ഒരാഗ്രഹവും അത് ഗവൺമെൻറ് അനുകൂലവുമായിരുന്നു. പക്ഷെ അത് നിൽക്കുമ്പോൾ പോലും LDFിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് എന്ത് പ്രലോഭനങ്ങളോ എന്ത് ആക്രമണമോ പ്രത്യാക്രമണങ്ങളോ ഉണ്ടായാൽ പോലും അതെന്നും ഉറച്ചു നിൽക്കുന്ന ആ ഒരു വോട്ടാണ്. ആ വോട്ട് മറ്റൊരു പ്രതികരണം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് അടവു നയമാണ് എന്നതാണ്. പിണറായി വിജയൻ CPM സെക്രട്ടറി അല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഭരണത്തിൻ്റെ നന്മയ്ക്കായി അടവു നയം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. സംസ്ഥാനത്തിന് കേന്ദ്ര സഹായം വേണ്ടിവരുമെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. മോദിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിക്ക് കൂടുതൽ പറയാം. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് പരിമിതിയുണ്ടെന്നും വെള്ളാപ്പള്ളി പറയും. മുഖ്യമന്ത്രി നരേന്ദ്രമോദിനെ ചീത്ത പറയുന്നില്ലെന്നുള്ള ആളെ ഈ ആക്ഷേപം പറയുന്നത് പ്രധാനമായിട്ടല്ലേ. രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുന്നു, അതിൽ അത്രമാത്രം നരേന്ദ്രമോദിയെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞാണ് രാഹുലിനെ കോർണർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുള്ള ആ ശൈലിയും മുഖ്യമന്ത്രിയായപ്പോൾ ഉള്ള ശൈലിയും രണ്ടും രണ്ടാണ്. ഞാൻ വളരെ സൂക്ഷിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ കാര്യമായി ഞാൻ സൂക്ഷിക്കുന്നതാണ്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറയുന്ന പറച്ചിലും മുഖ്യമന്ത്രിയായിരുന്നൊക്കെയുള്ള പറച്ചിലും രണ്ടും രണ്ടാണ്. അദ്ദേഹം കൂടെ ഭരണം നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയോട് കേന്ദ്രത്തിൽ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? എന്ത് വേണമെങ്കിലും പറഞ്ഞോള്, സാധിച്ചരാം, നമുക്ക് ഒന്നിച്ചു പോകാമെന്നൊക്കെ ആദ്യം കൈകൊടുത്തതൊക്കെ ഓർമ്മയുണ്ടല്ല. കാരണം കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നും പ്രതിപക്ഷത്ത് നിൽക്കുന്ന വെട്ടാൻ മാത്രം വെട്ടിയ സമയം വെട്ടിക്കൊണ്ടിരുന്നാൽ കേരളത്തിന് കിട്ടുന്ന ആനുകൂല്യം തരേണ്ട കേന്ദ്ര ഗവൺമെൻറ് തരുമോ? അദ്ദേഹം ഒരു രാഷ്ട്രീയ അടവ് നയം പ്രയോഗിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പോരെങ്കിൽ ഇവിടെ എന്ത് വരുമാനമുണ്ട്? ഇത് കർണാടക മറ്റ് സംസ്ഥാനം പോലെയല്ല. ഇവിടെ കാര്യമായി വരുമാനമില്ലാത്ത ഈ സംസ്ഥാനത്ത് പല പദ്ധതികൾ കൊണ്ടുവരാനും സാമ്പത്തിക സഹായം കിട്ടാനും എല്ലാം കേന്ദ്രത്തിൻ്റെ സഹായവും സഹകരണവും ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണം കൊണ്ടുപോകാൻ വളരെ സാമ്പത്തികമായി വിഷമിക്കുന്നുള്ള ആ തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ഒരു റേഞ്ച് അനുസരിച്ച് പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ സാധാരണ ഒരു പാർട്ടി സെക്രട്ടറി പറയുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കില്ല. അത് MV ഗോവിന്ദൻ മാഷ് പറയാം, അത് പിണറായിക്ക് പറയാൻ സാധിക്കില്ല. അതാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. അതേസമയം വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകുന്നത് CPM നേതൃത്വമാണ്. പിണറായി മോദിക്കെതിരെ പറയാത്തതിൽ ഒരു അടവു നയവുമില്ലെന്നാണ് MV ഗോവിന്ദൻ്റെ പ്രതികരണം. പിണറായി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചതുപോലെ ആരും വിമർശിച്ചിട്ടില്ല.
കോൺഗ്രസിനാണ് BJPയുമായി അന്തർധാര. മോദിയും രാഹുലും സതീശനും പറയുന്നത് ഒന്നാണ്. പൗരത്വ ഭേദഗതി നിയമം നല്ലതെന്ന് പറയുന്നത് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നും MV ഗോവിന്ദൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് BJPയായിട്ട് ഒരു അന്തർധാരയെ പറ്റിയും അതവർക്ക് അന്തർധാര പറയണം. അവർക്കാണ് അന്തർധാരയുള്ളത്. ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി പറയുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതും VD സതീശൻ പറയുന്നതും സുധാകരൻ പറയുന്നതും എല്ലാം ഒരേ ലൈനാണ്. അത് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ്. ഒന്ന് പൂർണ്ണമായ ഹിന്ദുത്വം, മറ്റൊന്ന് മൃദു ഹിന്ദുത്വം. ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന് ഒരു ദോഷവും ചെയ്യില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, അത് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാനായിട്ടാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ക്ലോസ് അല്ല പ്രശ്നം. മതരാഷ്ട്രമാക്കാനുള്ള തയ്യാറെടുപ്പാണ്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് വന്നാൽ മതരാഷ്ട്രം, ആ മതരാഷ്ട്രമാക്കാനുള്ള നിലപാടിലാണ് നമ്മൾ ശക്തിയായിട്ട് തീർക്കുന്നത്. ഒപ്പം CPMൽ നിന്ന് വരുന്ന മറ്റൊരു മറുപടി ഇങ്ങനെയാണ്. നല്ലൊരു കേരളത്തിനായി വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെ സഹായിക്കണമെന്നാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. അതേസമയം ഇന്ന് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായിരുന്നു കോട്ടയത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. വെള്ളാപ്പള്ളിയുടെ ഈ നിലപാട് തള്ളുകയാണ് VD സതീശൻ. കോട്ടയത്ത് കോൺഗ്രസ്സുകാരും ഒട്ടുമറിക്കില്ല. ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയാണ്. വൻ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് വിജയിക്കും. വെള്ളാപ്പള്ളിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും VD സതീശൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ശരണ്യ സ്നേഹജൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ശരണ്യ, സുദീർഘമായ ഒരു അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ്. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് എന്ത് പ്രസക്തി എന്ന ചോദ്യത്തിന് പലതുകൊണ്ടും പ്രസക്തിയാണ്. ഏകദേശം 25% വരുന്ന ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സമുദായ നേതാവാണ്. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് സ്വാഭാവികമായി ആ തരത്തിലുള്ള പ്രസക്തി ഉണ്ടാവും. ഇന്ന് ഇതുവരെ CPM നേതാക്കൾ ഈ വിഷയത്തോട് പ്രതികരിച്ചത് വെള്ളാപ്പള്ളിക്ക് ഇപ്പോഴും ഇടതുപക്ഷത്തിന് അവിടെ ആഭിമുഖ്യമുണ്ട് എന്നതാണ്. ആ പ്രതീക്ഷ കൈവിടാതെയാണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രതികരണം. അതങ്ങനെ തന്നെയാകുമോ? വെള്ളാപ്പള്ളിയുടേതും ഒരു അടവു നയമാണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയമായ ചിന്തയിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ തന്റേതായ ഒരു രാഷ്ട്രീയ നിലപാട് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെയും പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെയും LDFനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം യാതൊരുവിധ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് അദ്ദേഹം ന്യൂസ് 18നോട് മനസ്സ് തുറന്നിരിക്കുന്നത്. ഓരോ വരികളും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി ഒരു BJP ഗവൺമെന്റിനോടുള്ള ഒരു താല്പര്യവും അതിനോട് SNDP നേതൃത്വം അടുക്കുന്നു എന്നതിന്റെ സൂചനകളും തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ആലപ്പുഴ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥി എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണ്. മാത്രമല്ല തന്റെ പേര് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ എവിടെ ചെന്നാലും അത് ശോഭയ്ക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്നുള്ള വരി കൂടി അദ്ദേഹം പറയുന്നുമുണ്ട്. മറ്റൊന്ന് BJPയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച വിവിധ ഇടങ്ങളിലെ വിലയിരുത്തലാണ്. അതിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തിയതോടുകൂടി അതൊരു വേറിട്ട മുഖമായി മാറിയിരിക്കുന്നു തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ്. മാത്രമല്ല ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പോകുന്ന ഒരാൾ വേണമോ എന്നുള്ള ആലോചന തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സർക്കാർ വിരുദ്ധതയുണ്ട് എന്ന്, അതായത് ഇതുവരെ സർക്കാരിനെ പിന്തുണച്ച വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത് സർക്കാർ വിരുദ്ധത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായോ പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എങ്കിൽ പോലും പലയിടങ്ങളിലും LDFന് ഭൂരിപക്ഷം കുറയുമെന്നും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അപാകത ഉണ്ടായിട്ടുണ്ട്. ആ അപാകത മുഖ്യമന്ത്രിയോടടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഒരു അടവ് നയം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. സജിത, അതാണ് ശരണ്യ സൂചിപ്പിച്ചത്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായും അതിന്റെ തുടർ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേള, വേഗത്തിൽ മടങ്ങി വരാം. വീട്ടിൽ ആർക്കെങ്കിലും
മടങ്ങി വരുമ്പോൾ മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വാർത്ത വരുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ്. രമേശ് ചെന്നിത്തലയെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിനെ ശശി തരൂർ എതിർത്തെന്നാണ് വെളിപ്പെടുത്തൽ. തരൂരിനൊപ്പം മുമ്പ് പ്രവർത്തിച്ചിരുന്ന വ്യവസായിയും കോൺഗ്രസ് സഹയാത്രികനുമായ ഒ തോമസിൻ്റെതാണ് ഈ വെളിപ്പെടുത്തൽ. AICC പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ചെന്നിത്തലയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളെന്ന് തരൂർ ഇമെയിൽ മുഖേന മറുപടി നൽകിയെന്നുമാണ് വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച ഇമെയിലും തോമസ് പുറത്തുവിട്ടു. അപ്പോൾ ആ ഒരു ചാൻസിൽ രമേഷ് ജി ലീഡറുടെ സപ്പോർട്ടും ഉണ്ട്, തരൂരിൻ്റെ സപ്പോർട്ടും ഉണ്ട്, ആൻ്റണിയുടെ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അതങ്ങോട്ട് പോകണമെങ്കിൽ ഒരാൾ കോൺഗ്രസിനകത്ത് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് എത്രയോ ആളുകൾ കൊണ്ട് നമ്മൾ പറയിച്ച് അവിടെ ചെയ്താലേ അത് നടക്കുകയുള്ളൂ. രണ്ടുപേരെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെയും ശിവകുമാർ VS ശിവകുമാറിൻ്റെയും പേര് പറയുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് കാർക്കിച്ച് തുപ്പാനാണ്. അല്ല, രമേശ് അത് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുമില്ല. അതിൻ്റെ ഇതൊക്കെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരാൾ നന്നാകണം വലുതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റൊന്നും എടുക്കാനായിട്ട് ഞാൻ ആരുടെയും ഇത് ചെയ്തിട്ടില്ലേ. ക്രെഡിറ്റൊക്കെ അതൊക്കെ ഉള്ളത് ഞാനതിന് വേണ്ടിയിട്ട് വഴിയിട്ടെല്ലാം ചെയ്തെങ്കിലും ക്രെഡിറ്റൊക്കെ ലീഡറിനും സോണിയാജിക്കും അത് അവരുടെയൊക്കെ ഓഫീസിലുള്ള ആളുകളുടെയും സഹായം കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നത്. കോൺഗ്രസ് ക്യാമ്പിൻ്റെ അകത്തുണ്ടായ ചില അസ്വസ്ഥതകളാണ്, അത് മുമ്പുണ്ടായ വിഷയമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇദ്ദേഹം ഇത് തുറന്നു പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം മറ്റൊന്നായി മാറുന്നു എന്നതാണ് സാഹചര്യം. VV വിനോദ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. വിനോദ്, എന്താണ് ഇദ്ദേഹം പറയുന്ന ആരോപണം, അതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം ഇദ്ദേഹവും തരൂരുമായുള്ള ബന്ധം അതെങ്ങനെയാണ്? സൈത്ത് 2009 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തരൂർ മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഒ തോമസ്. അതിനു മുൻപും കോൺഗ്രസുമായി വലിയ അടുപ്പമുള്ള നേതാവാണ്, AICC നേതൃത്വവുമായി വലിയ അടുപ്പമുള്ള നേതാവാണ്. ആലപ്പുഴ സ്വദേശിയാണ് അദ്ദേഹം. ചെറുപ്പകാലത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു, പിന്നീട് വ്യവസായിയായി, കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. 2009 തിരഞ്ഞെടുപ്പ്, അത് തരൂർ വരുമ്പോൾ തന്നെ നമുക്കറിയാം കോൺഗ്രസ്സിൽ വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ആ സാധ്യതകൾ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. VS ശിവകുമാർക്കെയും അതിനു മുൻപ് MP ആയിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല. നമുക്ക് NSSൻ്റെയൊക്കെയും പിന്നീടുള്ള നിലപാടുകൾ, ആദ്യം ചെന്നിത്തലയ്ക്ക് അനുകൂലമായിരുന്ന NSS നേതൃത്വം പിന്നീട് തരൂരുമായി അടുക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് വായിക്കണം. 2011 കേരളത്തിൽ നിന്ന് പ്രവർത്തക സമിതിയിലേക്ക് ഒരു ഒഴിവ് വരുമ്പോൾ അവിടേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് അത് സജസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് തരൂരിനോട് ഒ തോമസ് ആവശ്യപ്പെടുന്നത്. ചെന്നിത്തല അറിഞ്ഞുകൊണ്ടല്ല, തൻ്റെ ഒരു സൗഹൃദം വെച്ച് രണ്ടുപേരോടുമുള്ള സൗഹൃദം കൊണ്ട് അങ്ങനെ ഒരു നീക്കം താൻ നടത്തി. പക്ഷേ അവിടെയാണ് തന്നെ ഞെട്ടിച്ചുകൊണ്ട് തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങളുണ്ടായത്. രമേശ് ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്, താൻ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നതെങ്കിൽ ലോകത്ത് ഏറ്റവും അവസാനത്തെ ആളായിരിക്കും ചെന്നിത്തല എന്ന ഒരു പ്രയോഗം. അതോടൊപ്പം തന്നെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, അതും വളരെ കടുത്ത വാക്കുകളാണ്. ഇതിൽ ആ മെയിലിൻ്റെ മറുപടിയായി, ഇങ്ങനെ സഹായിക്കണമെന്ന മെയിലിന് മറുപടിയായി അയച്ചിരിക്കുന്നതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബിക്കോസ് RC ഈസ് ദ ലാസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്, ബ്രാക്കറ്റിലുണ്ട് അതർ ദാൻ VSS. ഈ VSS എന്ന് ഉദ്ദേശിക്കുന്നത് VS ശിവകുമാറിനെയാണ് എന്ന കാര്യമാണ് തോമസ് പറയുന്നത്. ഐ വുഡ് സപ്പോർട്ട് ഫോർ എനിത്തിങ് യു ഹാവ് സീൻ ഹൗ ഹി ഹാസ് ട്രീറ്റഡ് മീ റിപ്പീറ്റഡ്ലി ആൻഡ് യു സജസ്റ്റഡ് സച്ച് എ തിങ്. ഐ വുഡ് നോട്ട് ട്രസ്റ്റ് ഹിം ഫർദർ ദാൻ ഐ ക്യാൻ സ്പിറ്റ് എന്ന ഒരു മറുപടിയാണ് തരൂർ തോമസിന് അയച്ചത്. ഈ ഒരു മറുപടി ഇത് 2011 പക്ഷേ തുടർന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പ്രവർത്തകർ തമ്മിലടിക്കുന്ന ഒരു നിലയുണ്ട്. കോൺഗ്രസിൻ്റെ ശശി തരൂരിൻ്റെ പ്രചരണം ഇങ്ങനെ പോകുമ്പോൾ, ഇവർ ഒരേ വേദിയിൽ വരുമ്പോൾ, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എന്താണ്, ഇവർക്കിടയിൽ ഐക്യം എന്താണ്, അതൊക്കെ തന്നെയാണ് ചോദ്യമായി വരുന്നത്. ഈ മെയിൽ, ഇതിൻ്റെ ഒരു നിജസ്ഥിതി പരിശോധിക്കുന്നതിന് നമുക്ക് അയച്ചു തരാൻ പറഞ്ഞിരുന്നു. അവർ ആ മെയിൽ കൃത്യമായി അയച്ചു തരികയും ചെയ്തു. ഒ തോമസ് തന്നെയാണ് ഈ മെയിൽ അയച്ചു തരുന്നത്. 2011 നടന്ന ഒരു ചർച്ചയാണ്. ഇതിൽ ശശി തരൂർ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് ചെന്നിത്തലയോട് ഇങ്ങനെ ഒരു സമീപനമെടുത്തു, VS ശിവകുമാറിനോട് ഇങ്ങനെ ഒരു സമീപനമെടുത്തു? 15 വർഷമായി തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് അംഗമായി തുടരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന സമുന്നതനായ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് തൊട്ടു മുൻപ് ഞാൻ വായിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പറയേണ്ടി വന്നു എന്ന കാര്യം ശശി തരൂർ വ്യക്തമാക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ത്രികോണ പോരാട്ടത്തിന്റെ മുൾമുനയിലിടയിൽ
ശശി തരൂരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ആക്ഷേപമായി ഇത് ഉയർന്നു വരുന്നു എന്നതാണ്. 2011 നടന്ന ഈ ഇമെയിൽ സന്ദേശം പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചലനത്തിന് ഇടവെച്ചു, അല്ലെങ്കിൽ തരൂരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടാകുന്നു എന്ന വെളിപ്പെടുത്തലും ഇതുമായി കൂട്ടി വായിക്കേണ്ടി വരുമോ എന്ന കാര്യം കൂടിയാണ്. നമുക്കൊപ്പം ഒ തോമസ് തന്നെ ചേരുകയാണ്. ഈ ഇമെയിൽ സന്ദേശം നൽകിയ ഒ തോമസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തോമസ്, താങ്കൾക്ക് ലഭിച്ച ഇമെയിലിൽ 2011 തന്നെ തരൂർ വ്യക്തമാക്കുന്നുണ്ട് തരൂരും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇതൊരു വെറും ഒരു അഭിപ്രായ വ്യത്യാസമായിരുന്നു. എനിക്ക് തോന്നുന്നു 2011 എന്ന് പറയുമ്പോൾ അപ്പോൾ രമേശ് ചെന്നിത്തല സംസ്ഥാന കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ആക്ഷേപം തരൂര് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത്. എന്തായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം? ഒപ്പം താങ്കളും തരൂരും തമ്മിലുള്ള ബന്ധം അതെന്താണ്? ഹലോ ശ്രീ ഒ തോമസ്, താങ്കൾ കേൾക്കാൻ കഴിയുന്നില്ല? ഞാനും ശശി തരൂറുമായിട്ടുള്ള ബന്ധം പറഞ്ഞോളൂ. ശശി തരൂർ ഞാനുമായിട്ടുള്ള ബന്ധം 2008 UN ഇലക്ഷനിൽ തോറ്റെടുത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ തങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതും ലീഡർ വഴിയായിട്ടും സോണിയാജി വഴിയായിട്ടും എല്ലാം കോൺഗ്രസിനകത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിനകത്ത് ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശശി തരൂറും രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള കാര്യത്തെപ്പറ്റി പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എനിക്ക് 1975 തൊട്ടുള്ള ബന്ധം വെച്ചിട്ടും ശശി തരൂറിൻ്റെ വിജയിച്ചു കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെൽവിഷർ രണ്ടുപേരുടെയും വെൽവിഷർ എന്നുള്ള രീതിയിൽ ശശി തരൂരിനോട് ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേര് AICC വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രമേശിന് അറിയില്ല. അത് ഞാൻ അല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിന് ഞാനത് അറിയിച്ചിട്ടുണ്ട്. രമേശ് ജിക്ക് അത്രയും അത് അർഹിക്കുന്നതാണ്. മെജോറിറ്റി കമ്മ്യൂണിറ്റി ലീഡർ എന്നുള്ള രീതിയിൽ ലീഡറുടെ സ്ഥാനത്ത് അദ്ദേഹം ഒഴിഞ്ഞപ്പോഴത്തേക്കും അത് രമേശിന് അർഹതപ്പെട്ടതാണ്. അത് ചില നേതാക്കന്മാർ, കേരളത്തിലുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിനോടുള്ള ഈ വ്യക്തി വിരോധം വെച്ചിട്ട് അദ്ദേഹത്തിന് പോയതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ശശി തരൂരിനോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ശശി തരൂർ പറഞ്ഞത് രമേശ് അദ്ദേഹത്തിനെതിരെ വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. രമേശും VS ശിവകുമാറും ഈ രണ്ട് പേർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തോമസ് ഇത് ജോക്ക് ചെയ്യുവാണോ അതോ റിയലായിട്ട് പറയുവാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ജോക്ക് ചെയ്യേണ്ട ഒരാളല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയണത്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്, ഐ ആം ദ ലാസ്റ്റ് പേഴ്സൺ ടു ഡു എനിത്തിങ് ഫോർ ദം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ വിഷ് ടു സ്പിറ്റ് എന്നാണ് പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞാൽ ഇവരുടെ പേര് പറയുന്നതിനേക്കാളും നല്ല കാർക്കിച്ച് തുപ്പാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത്. ശ്രീ തോമസ്, താങ്കൾക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നത് എന്താ സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാവും. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് വലിയ പിഴവുകൾ തിരുവനന്തപുരത്ത് പറ്റുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. താങ്കൾ സൂചിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗവും തരൂരും തമ്മിൽ വലിയ ഭിന്നത നേരത്തെ തന്നെയുണ്ട്. അത് ആ അർത്ഥത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രകടമാവുന്നുണ്ടോ? അതുകൊണ്ടാണോ താങ്കൾക്ക് ഇത് തുറന്നു പറയേണ്ടി വരുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞേണ്ടി വരുന്നത് തരൂരിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ശശി തരൂരിനെ കോൺഗ്രസിനകത്തേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ജനങ്ങളോട് ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഈ ഘട്ടത്തിൽ അത് പറയേണ്ടി വരുന്നത് തരൂരും താങ്കളും തമ്മിലുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ 2011 ഈ സംഭവം ഓർത്തെടുക്കുന്നത്? അല്ല, ശശി തരൂർ ഞാനുമായിട്ടുള്ള ബന്ധം ഒരു വോട്ടർ എന്നുള്ള രീതിയിലുള്ള ബന്ധം തന്നെ. ഞാൻ എൻ്റെ വോട്ട് വിഡ്രോ ചെയ്തിട്ട് 2011 ഡിസംബർ 31 ശശി തരൂരിൻ്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തിയും അമർഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വോട്ട് തന്നെ വിഡ്രോ ചെയ്തിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്.
ഓക്കെ, ഈ താങ്കൾ അന്ന് ഈ നടന്ന കത്തിടപാടുകൾ, ഇമെയിൽ സന്ദേശം കോൺഗ്രസിലെ മറ്റേതെങ്കിലും നേതാക്കളെ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നീക്കം അന്ന് നടത്തിയിരുന്നോ? ഇല്ല, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇതൊക്കെ കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ എൻ്റെ മനസ്സിൽ മാത്രം വെച്ചിട്ട് രമേശ് ജിയോട് ഞാൻ പറഞ്ഞിട്ടില്ല, വേറെ ഒരാളോടും അത് പ്രകടിപ്പിച്ചിട്ടുമില്ല. പക്ഷെ കേരള ജനത ഇതറിയണം. ആരാണ് ശശി തരൂർ എന്താണ് ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് കേരളത്തിലെ ജനതയെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാനത് കോൺഗ്രസ്സുകാരനെന്നുള്ള രീതിയിൽ ഞാനത് പ്രകടിപ്പിക്കുന്നു. അന്ന് 2011 ഒരു കാര്യം കൂടി ഉള്ളത്, 2011 അതായത് 13 വർഷം മുമ്പാണ്. അന്ന് രമേശ് ചെന്നിത്തലയും പ്രധാനപ്പെട്ട റോളിലാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല അന്ന് കോൺഗ്രസിൻ്റെ മന്ത്രിയായിരിക്കുന്ന ഒരു ഘട്ടം ആയിരിക്കണമെന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെയെങ്കിൽ അത്തരം സുപ്രധാന പദവിയിൽ രമേശ് ഇരിക്കുമ്പോഴും രമേശിനെ വിശ്വാസമില്ല എന്ന് ഈ തരൂർ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു തുടർ കാഴ്ചകൾ, തുടർ നീക്കങ്ങളൊക്കെ കോൺഗ്രസിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? രമേശ് ചെന്നിത്തലയും തരൂറുമായിട്ടുള്ള ബന്ധം നമ്മൾ പുറമേ നോക്കുമ്പോഴിങ്ങനെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേരും കീരിയും പാമ്പും പോലെ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തോമസ് പറയുന്നത് ശശി തരൂര് മുമ്പ് രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറയാൻ നിലപാടെടുത്തിയ ആളാണ്. ഇമെയിൽ മുഖേന തന്നെ ഇത്തരം ഒരു നിലപാടെടുത്തിരുന്നു എന്നതാണ്. 2011 നടന്ന ഈ ഇമെയിൽ സന്ദേശവും ഇടപാടുകളുമാണ് ഇദ്ദേഹം തുറന്നു പറയുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തെ ചില ആഭ്യന്തര കലഹം അത് പുറത്തു വരുന്നു എന്നതാണ്. സ്വാഭാവികമായും ഇത് വീണ്ടും ചർച്ചയാവുമ്പോൾ തിരുവനന്തപുരത്തെ തരൂരിൻ്റെ സാധ്യതകളെ തന്നെ അത് സ്വാധീനിക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇടവേള, മടങ്ങി വരാം. വീണ്ടും കോൺഗ്രസിൻ്റെ ചില ആഭ്യന്തര വാർത്തകളിലേക്ക് വരുമ്പോൾ ശശി തരൂരിൻ്റെ പ്രചരണത്തിനിടെ വീണ്ടും തമ്മിലടിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനാണ് മർദ്ദനമേറ്റത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കറാണ് മർദ്ദിച്ചത്. ഗോപു തരൂരിന് വേണ്ടി സജീവമായി പ്രചരണത്തിന് ഇറങ്ങുന്നതിനുള്ള അമർഷമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ആക്ഷേപം. ഇന്നലെ രാത്രി നാലാഞ്ചിറയിലായിരുന്നു ഈ സംഭവം നടന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നേരത്തെയും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥിക്ക് ശശി തരൂരിനെതിരെ കോവളത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും കൂവിവിളിയും ഉണ്ടായിരുന്നു. നാലാഞ്ചിറയിൽ ഏത് വഴി തെരഞ്ഞെടുപ്പ് പ്രചരണം കടന്നുപോകണം, വാഹനം കടന്നുപോകുന്നതിനെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇന്നലെയും നാലാഞ്ചിറയിലാണ് അടിയുണ്ടായത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനാണ് ഇന്നലെ മർദ്ദനമേറ്റത്. മർദ്ദിച്ചതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഗോകുലും അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത് അമ്പലമുക്കുമാണ് ഗോപുവിനെ മർദ്ദിച്ചതായി പരാതി ഉയരുന്നത്. ഗോപു തരൂരിന്റെ പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കുകയായിരുന്നു. ഇതിൽ ചില കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള അമർഷമാണ് ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തരൂരിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വിട്ടുനിൽക്കുകയാണ്. അത്തരം ആളുകളാണ് തന്നെ മർദ്ദിച്ചതെന്ന പരാതിയാണ് ഗോപുവിനുള്ളത്. ഗോപുവിന്റെ പരാതി ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഗോപു പരാതി നൽകിയിട്ടുണ്ട്. ഗോപു തങ്ങളുടെ വാഹനം അടിച്ചു തകർത്തു, ഗോപു കൂടെയുള്ളവരും വാഹനം അടിച്ചു തകർത്തു എന്ന് ആരോപിച്ചുകൊണ്ട് രഞ്ജിത്തും കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഗോപുവിന് ഏറ്റിട്ടുണ്ട്. ഇന്നലെ ജനറൽ ആശുപത്രിയിൽ ഗോപു ചികിത്സയും തേടുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിലേക്ക് കോൺഗ്രസിന് കൂടുതൽ തലവേദനയാവുകയാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ. വീണ്ടും തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് വേണ്ടി വൻതോതിൽ മദ്യവും പണവും ഒഴുക്കുന്നെന്നാണ് CPMന്റെ പരാതി. വ്യവസായിയും അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധുവുമായ ബിജു രമേശിനെ ഇന്നലെ അരുവിക്കരയിൽ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചിരുന്നു. ബിജു രമേശിന്റെ അംഗരക്ഷകൻ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും CPMന്റെ പരാതിയിൽ പറയുന്നു. എന്നാൽ ആരോപണത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രമുഖ വ്യവസായിയും അബ്കാരിയുമായ ബിജു രമേശ് പണമൊഴുക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുന്നണി നേതൃത്വവും ഉന്നയിച്ചതാണ്. ഇന്നലെ അരുവിക്കര വടക്കേ
മല കോളനിയിൽ വൈകിട്ടായിരുന്നു സംഭവം. ബിജു രമേശും മറ്റു 4 പേരും അവിടെ എത്തി ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലെത്തി പണം വിതരണം ചെയ്തുവെന്ന ആരോപണമാണ് CPM നേതൃത്വവും അവിടുത്തെ DYFI പ്രവർത്തകരും ഉന്നയിച്ചത്. തുടർന്ന് ബിജു രമേശിനെ ഒപ്പമുള്ളവരെയും അവിടെ പ്രവർത്തകർ തടഞ്ഞുവച്ചു. പിന്നീട് അരുവിക്കര പോലീസും അതുപോലെ തന്നെ ഇലക്ഷൻ സ്ക്വാഡും എത്തി പരിശോധന നടത്തിയെങ്കിലും പണം വിതരണം ചെയ്തത് കണ്ടെത്താനായില്ല. ബിജു രമേശിന്റെ വാഹനത്തിലും പണം ലഭിച്ചില്ല. പണം കൊണ്ടുവന്ന 2 പേർ ബൈക്കിൽ രക്ഷപ്പെട്ടുവെന്ന ആരോപണമാണ് പിന്നീട് CPM പ്രവർത്തകർ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ നേരത്തെ തങ്ങൾ ഉന്നയിച്ചതാണ്. വലിയ രീതിയിൽ പണമൊഴുക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിജു രമേശ് എന്ന ആരോപണം ഇന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ് ആവർത്തിച്ചു. കഴിഞ്ഞ തവണ തന്നെ BJPയുടെ വോട്ട് വിലയ്ക്ക് വാങ്ങിച്ചു എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് പുറമെയാണ് ഈ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികളിൽ പോലുള്ള സ്ഥലത്ത് പോയി ആളുകളെ പിടിച്ച് പൈസയും മദ്യവും കൊടുക്കുക എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായിരുന്നാലും തുടക്കം തന്നെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും ഞങ്ങളുടെ സ്ക്വാഡും പ്രവർത്തനങ്ങളും നിപ്പുണ്ട്. ഒരെണ്ണം കൂടി ആവർത്തിച്ചാൽ അത് വളരെ സീരിയസ് ആയി മാറും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് FIR ഇട്ടിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിലപാടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. എന്നാൽ ആരോപണത്തോട് പ്രതികരിക്കാൻ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തയ്യാറായില്ല. തനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല, ജോയ് തന്നെ മറുപടി പറയട്ടെ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ആരോപണം. അതേക്കുറിച്ച് ഒരു കമന്റും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. ജോയിയുടെ ആരോപണം അതാണല്ലോ. ജോയിക്ക് പിന്നെ ആരോപണം പലതുണ്ടെങ്കിൽ ജോയി തന്നെ അതിന് മറുപടി പറയട്ടെ. പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ബിജു രമേശിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി, തോക്കെടുത്ത് വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന CPM പ്രവർത്തകരുടെ പരാതിയുണ്ട്. CPM പ്രവർത്തകരുടെ പരാതിയിൽ അരുവിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബിജു രമേശിനെ തടഞ്ഞുവച്ചു എന്ന വകുപ്പുകൾ ഇട്ടുകൊണ്ട് CPM പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആറ്റിങ്ങലിൽ ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ പ്രചരണരംഗത്തേക്ക് വരികയാണ്. വലിയ രീതിയിൽ ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ പണമൊഴുക്കുന്നുവെന്ന് BJP സ്ഥാനാർത്ഥി നേരത്തെ ആരോപിച്ചതാണ്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഓരോ ദിവസവും ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. വീണ്ടും ഇടവേള, മടങ്ങി വരാം. സുന്ദരി തട്ടുകട ഇപ്പോ കാര്യങ്ങൾ അവർക്ക് മടങ്ങി വരുമ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിലുള്ള ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് തിരിച്ചു. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും കൂടെയുണ്ട്. രാവിലെ 7-ന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇവർ പുറപ്പെട്ടത്. ഇന്ന് രാവിലെ 7 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുമാണ് എയർ ഇന്ത്യ വിമാനത്തിൽ നിമിഷപ്രിയയുടെ അമ്മ ബോംബെയിലേക്ക് പോയത്. അവിടെ നിന്നും കരമാർഗമായിരിക്കും യമനിലേക്ക് തിരിക്കുക. യമനിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കരമാർഗം പോകുന്നത്. ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കടമ്പകൾ കടന്നത്. കാരണം ഡൽഹി ഹൈക്കോടതി വരെ ഇടപെട്ടുകൊണ്ടായിരുന്നു പിന്നീട് ഈ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തത്. നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ഫോറത്തിലെ അംഗം കൂടിയായ സാമുവൽ ജെറോമുമുണ്ട്. എന്തായാലും ഏറെ പ്രതീക്ഷകളോടെയാണ് മകളുടെ അടുത്തേക്ക് പോകുന്നതെന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പറഞ്ഞു. എൻ്റെ മോളെയും കൊണ്ട് വരുവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാ. നന്ദി പറയാനായിട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ഫോറത്തിലെ അംഗവും യമനിലെ ബിസിനസ്സുകാരനുമായ സാമുവൽ ജെറോമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ നിമിഷപ്രിയയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. എന്തായാലും യമൻ സ്വദേശിയുടെ ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബത്തെ കാണുകയും അവരോട് മാപ്പ് പറയുകയും അവർ ആ മാപ്പ് അംഗീകരിച്ചാൽ അതോടൊപ്പം ബ്ലഡ് മണിയും അവർ കൈപ്പറ്റിയാൽ മാത്രമേ പിന്നീട് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയിട്ടുള്ള മോചനം സാധ്യമാകുകയുള്ളൂ. അതുടൻ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സാമുവൽ ജെറോമും വ്യക്തമാക്കി. I mean, actually, as I stated yesterday, I cannot reveal all the things at this point of time. I have made a lot of groundwork, and
everybody knows that we are coming. So that is what I can say at this point of time. First, we will land in Aden, and then we will go to Sana. Then I put a plan, groundwork, where we will meet the people who are going to support us. Then we will continue. We will progress the. I mean, I would not say negotiations, but the process of asking the forgiveness. That is what we will be doing. So everything is in place, right? 2017 യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ ജയിലിലാകുന്നത്. പിന്നീട് വിദേശകാര്യ ഇന്ത്യൻ എംബസി ഉൾപ്പെടെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഇടപെട്ടിട്ടും നിമിഷപ്രിയയുടെ മോചനം സാധ്യമായില്ല. കാരണം യമനിലെ അവിടെയുള്ള ശിക്ഷാവിധികളും അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യക്ക് പോലും ഇന്ത്യൻ എംബസികൾക്ക് പോലും അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും അത്ര പെട്ടെന്ന് ഇടപെടാൻ കഴിയാത്തൊരു നിയമവ്യവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തി ഈ മരിച്ച യമൻ പൗരന്റെ കുടുംബത്തോട് ഒപ്പം താമസിക്കുകയും അവരോട് മാപ്പ് പറഞ്ഞ് അവർ ആ മാപ്പ് അംഗീകരിച്ചാൽ മാത്രമേ ഒപ്പം ഈ പണവും കൈപ്പറ്റിയാൽ മാത്രമേ പിന്നീട് യമൻ കോടതി ഈ ശിക്ഷയിൽ ഒരു ഇളവ് അല്ലെങ്കിൽ നിമിഷപ്രിയയെ വിട്ടയക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയുള്ളൂ. എന്തായാലും നിമിഷപ്രിയയുടെ അമ്മയുടെ ഈ യമൻ സന്ദർശനം ഏറെ നിർണായകമാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. 12 വർഷത്തിന് ശേഷമാണ് നിമിഷപ്രിയയുടെ അമ്മ സ്വന്തം മകളെ കാണാനായി യമനിലേക്ക് തിരിക്കുന്നതും. എന്തായാലും സാമുവൽ ജെറോം പറഞ്ഞതനുസരിച്ച് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി അമ്മ അവിടെ എത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. നിമിഷപ്രിയയുടെ അമ്മ തിരിച്ചെത്തുമ്പോൾ കൂടെ മകളും ഉണ്ടാകുമെന്ന ഉറപ്പ് കൂടി പറഞ്ഞിട്ടായിരുന്നു സാമുവൽ ജെറോം യമനിലേക്ക് തിരിച്ചത്. എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പും ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലായിരുന്നു അമ്മയുടെ ഈ യാത്ര. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവട്ടെ. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6795, പവന് 54,360. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5705, പവന് 45,640. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോഗ്രാമിന് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഭേദഗതി